സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം. ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ കണ്ടൊരു കാര്യമാണ്. അപ്പം ഞാനൊക്കെ അനുഭവിച്ച ഒരു കാര്യത്തിലേക്കാണ് ഈ വിഷയം പറയണത്. കാരണം എൻ്റെ അമ്മയ്ക്ക് അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു. വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ടോയ്ലറ്റിലൊക്കെ പോയാൽ പിന്നെ എണീക്കാൻ നല്ല പ്രയാസം. അപ്പോൾ ഒരാൾ പിടിക്കണം. ആരോഗ്യവതികളായ പണിക്കാരത്തികളില്ലെങ്കിൽ പിടിച്ചെണീപ്പിക്കാനും പ്രയാസമാണ്. അപ്പം അങ്ങനെ പിന്നെ അപ്പം അമ്മ അവിടെ ഒരു വെന്റിലേറ്ററിന് ഒരു ചങ്ങല ഇട്ടിട്ടാണ് അതിൽ പിടിച്ചിട്ടാണ് അമ്മ എണീറ്റിരുന്നത്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഒരു കാര്യത്തിലേക്കും കൂടിയാണ് പറയുന്നത്. പണ്ടൊരു രാജാവ് നായാട്ടിന് പോയി. വീരശൂര പരാക്രമിയായ രാജാവാണ്. അപ്പോൾ രാജാവ് കാട്ടിലേക്ക് പോകുമ്പോൾ രാജ്ഞിമാരുണ്ട്, സേനാനായകന്മാരുണ്ട്, ഭടന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അത്യാവശ്യം വലിയ തോണിയാണ്. അപ്പോൾ രാജാവ് പിന്നെ അതിനു മുമ്പ് കൊട്ടാരത്തിൽ വെച്ചിട്ട് എല്ലാവരോടും കൂടി രാജസദസ്സ് കൂടിയപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു: ഏറ്റവും സുഖല്ല ഏർപ്പാട് ഏതാണ്? അപ്പോൾ ആരും പല കാരണങ്ങൾ പറഞ്ഞു. കള്ളുടിക്കലാണ് ഏറ്റവും വലിയ സുഖം, ഡാൻസ് കാണലാണ് ഏറ്റവും സുഖം, ലൈംഗികതയാണ് ഏറ്റവും വലിയ സുഖം, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. കുതിര സഫാരിയാണ്, അല്ലെങ്കിൽ യുദ്ധത്തിന് പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞ് ഇതൊന്നും രാജാവിന് അത്ര കണ്ട് ദഹിച്ചില്ല. പിന്നെ ഒരു ഭടൻ ഒരു കാര്യം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ രാജാവിന് കോപം കൊണ്ട് മുഖം വീർത്തു. അവനെ കൊണ്ടുപോയി തുറങ്കലിലടച്ചു. പക്ഷെ ഈ ഭടൻ കൊട്ടാരത്തിൻ്റെ അടുത്ത് തന്നെ താമസമുള്ള ഒരു ഭടനാണ്. ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ച ആളും കൂടിയാണ്. പക്ഷെ ഭടനോടൊരു സിമ്പതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൊല്ലാൻ വിട്ടില്ല. എന്നാലും ഭടനെ കൊണ്ടുപോയി തുറങ്കലിലടച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ രാജാവ് കാട്ടിലേക്ക് നായാട്ടിന് പോകുന്നത്. അപ്പോൾ ഈ തോണി ഇങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുമായി തോണി ഇങ്ങനെ പുഴയിലൂടെ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം വീതിയുള്ള പുഴ. അവിടെ വെച്ച് രാജാവിന് കക്കൂസ് പോവാൻ മുട്ടിയപ്പോൾ രാജാവ് ആകെ പ്രയാസത്തിലായി, വിമ്മിഷ്ടായി. അതൊരു വല്ലാത്ത പ്രയാസം തന്നെയാണ്. അങ്ങനെ തോണി പെട്ടെന്ന് അടുപ്പിക്കേ എന്ന് പറഞ്ഞു. രാജാവ് യാതൊരു നാണോ മാനോ ഇല്ലാതെ ഈ ആളുകളുടെ ഇടയിൽ വെച്ച് കരയിൽ പോയി കാര്യം സാധിച്ചു. ആ കാര്യം സാധിച്ചു. രാജാവിനാകെ നാണക്കേടായി. പക്ഷേ രാജാവ് നായാട്ട് നിർത്തി തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരികയും ഭടനെ തുറന്നുവിടുകയാണ് ചെയ്തത്. അതിന് കാരണം എന്താ വെച്ചാൽ രാജാവ് ചോദിച്ച ഏറ്റവും വലിയ സുഖം കക്കൂസ് പോക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇതിൽ പറയാനും പോകുന്നത്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോൾ കണ്ടത്, കക്കൂസിലെ ക്ലോസറ്റിന് അടുത്തായിട്ട് ഒരു പിടി വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വയസ്സായ ആളുകളുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും അത്തരത്തിൽ രണ്ട് കൈപ്പിടി വെക്കാവുന്നതാണ്. ഇത് ഈ വീഡിയോ
എല്ലാവർക്കും ഒരു ഉപകാരമാവുന്നില്ലത് കൊണ്ടാണ് ഞാൻ ഇത് ഇടണത്. ആരും തെറ്റിദ്ധരിക്കണ്ട. കമൻറ്റ് എന്ത് കമൻറ്റും പറഞ്ഞോളൂ, തെറി പറയരുത് പ്ലീസ്. അതിൽ താല്പര്യമില്ല. ഒന്നാമത് തെറി ആരുടെയും കുത്തകയല്ല, അതുകൊണ്ടാണ്. അപ്പോൾ തെറി പറയാത്ത നല്ല നല്ല കമൻറ്റുകൾ വരട്ടെ. എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ആ കക്കൂസിൻ്റെ ഒരു ഫോട്ടോ ഇതിൻ്റെ ഒപ്പം അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ ചെറിയൊരു ചിന്താ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിപ്പോൾ ഈ ടോയ്ലറ്റിൻ്റെ അടുത്തൊരു പിടിയുണ്ട്, ആ പിടിയിൽ പിടിച്ച് എണീക്കല്ലതാണ്. ഓക്കെ, അത് രണ്ട് പുറത്തും വേണ്ടതാണ് നല്ലത്.